കോഴിക്കോട് മിഠായി തെരുവിലെ കച്ചവടത്തിൽ നിന്ന് കുടുംബം പുലർത്തുന്നയാളാണ് ഭിന്നശേഷിക്കാരനായ ഫൈസൽ. തെരുവ് കച്ചവടക്കാർക്ക് രേഖകൾ വേണമെന്ന് കോർപ്പറേഷൻ കർശന നിബന്ധന വെച്ചതോടെ ഫൈസൽ ദുരിതത്തിലായി. ID കാർഡ് ഉണ്ടെങ്കിലും കച്ചവടം നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ അടയാളപ്പെടുത്തി നൽകാത്തതാണ് ഫൈസൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം. കോഴിക്കോട് മിഠായി തെരുവ് അത് വ്യാപാരം കൊണ്ട് അത്ര കണ്ട് പ്രസിദ്ധമാണ്. പക്ഷേ നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് കൃത്യമായ രേഖകളില്ലാതെ ഈ തെരുവിൽ കച്ചവടം ചെയ്യുന്നവരെ അനുവദിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഭിന്നശേഷി ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകം കരുതലെടുക്കുന്ന ഒരു ദിനവും കൂടിയാണ്. ആ ദിനത്തിൽ നമ്മൾ മിഠായി തെരുവിൽ ദുർഗാഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശത്തുള്ള ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഫൈസലിക്കാണ് എനിക്കൊപ്പോൾ ഉള്ളത്. ഫൈസൽക്കാരുടെ അടുത്തേക്ക് വരാനുള്ളൊരു കാരണമുണ്ട്. അദ്ദേഹം പോളിയോ ബാധിച്ച് നേരത്തെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ അതിനുശേഷം ഒരു ആക്സിഡൻറ്റും അദ്ദേഹത്തിന് സംഭവിക്കുന്നു. അങ്ങനെ വ്യാപാരം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്തോ ഉപജീവന മാർഗ്ഗം വേറെ ഒന്നുമില്ല. ഫൈസൽക്ക് എന്താ ഇപ്പോൾ നിലവിലെ അവസ്ഥ? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഈ അനധികൃതമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നീക്കിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോടിപ്പോൾ 2 മാസം കുറച്ച് മുമ്പ് കോർപ്പറേഷൻ സെക്രട്ടറിൻ്റെ ഭാഗത്തുനിന്ന് താൽക്കാലികമായിട്ട് അവിടെ കച്ചവടം ചെയ്യട്ടെ എന്ന് ഇന്ന മാത്രം ഇവിടെ ഇരുത്തിയിട്ടുള്ളൂ. പക്ഷെ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർക്ക് എന്താവുന്നില്ല, മനസ്സിലാവുന്നില്ല. എൻ്റെ രേഖ ഇല്ലാത്തതിൻ്റെ പേരിൽ പല പ്രാവശ്യമായിട്ട് എന്നോട് എൻ്റെ രേഖ ആയിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടല്ലോ, ഈ ID കാർഡിൽ എത്രാമത്തെ നമ്പറാണ് പറയുന്നത്? 102 കാർഡിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 വർഷം പോലെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയോണായി ഇപ്പോൾ വീണ്ടും ഇവിടെ അനധികൃത കച്ചവടക്കാരെ കോർപ്പറേഷനും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നീക്കം ചെയ്യുന്നത് ഭാഗമായിട്ട് എന്നോടും പല പ്രാവശ്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖകൾ കിട്ടുക എന്നുള്ളതാണ്. DAPLൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള അബ്ദുൽ അസീസ് കൂടി ചേർന്നു. ഇതിലിനിപ്പം നിങ്ങളുടെ ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം കോർപ്പറേഷൻ വീണ്ടും സമീപിക്കാനുള്ള തീരുമാനമുണ്ട്. അതെ അവർക്കൊരു പരിരക്ഷ അത് അത്യാവശ്യമാണ്. കാരണം ഒരു കുടുംബം പുലരുന്നത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വിറ്റിട്ടാണ്. നമുക്ക് അതൊരു വിഷയമാണ്. ഓക്കെ, ഇത്തരത്തിലാണ് ഇപ്പം ഫൈസൽ ആവശ്യപ്പെട്ടതുപോലെ അബ്ദുൽ അസീസ് ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു ഭിന്നശേഷി ദിനത്തിലെങ്കിലും ആ കാര്യത്തിലേക്ക് ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ച 2 പെൺമക്കളെ ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ ഏകാശ്രയം എന്ന് പറയുന്നത് ഫൈസലാണ്. ആ അർത്ഥത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നടക്കം ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഫൈസൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണപ്പം, റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.